പെട്ടെന്ന് ഒരാളെ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാമോ? അതായത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഒത്തിരി ആവശ്യമുള്ള ആളായിരിക്കാം. നിങ്ങളോട് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥന ചോദിച്ചുള്ള ഒരാളായിരിക്കാം. ഈ അടുത്ത ദിവസങ്ങളൊക്കെ പരിചയപ്പെട്ട ഒരാളായിരിക്കാം. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ഒരു വലിയ ദൗത്യം നമുക്കുണ്ടല്ലേ? നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം, സൗഹൃദങ്ങളായിരിക്കാം, ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഹോസ്റ്റലിൽ താമസിക്കുന്നവരായിരിക്കാം, ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം. ദേ നീഡ് യുവർ പ്രേയേഴ്സ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളെ പെട്ടെന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ ഒരു ജീവിതാവശ്യത്തെ പെട്ടെന്ന് ഓർക്കുക. അവർക്ക് വേണ്ടി ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കുക. ഒരു വചനം നിന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. കൊളോസോസ് 1:9 പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് കേട്ട നാൾ മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയിട്ടില്ല, വിരമിച്ചിട്ടില്ല എന്നൊക്കെ പൗലോസ്ലീഹ പറയുന്നുണ്ട്. നമുക്കിന്ന് നമ്മുടെ ആ പ്രിയപ്പെട്ട ഒരാളെ പെട്ടെന്ന് മനസ്സിലേക്ക് ഈശോ കൊണ്ടുതരുന്ന പരിശുദ്ധാത്മാവ് ഒരാളെ ഒരു ബോധ്യം, ഒരു ഓർമ്മ കൊണ്ടു തരുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അത് ആരും ആവട്ടെ. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയോ? പൗലോസ്ലീഹ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചത്. കൊളോസോസ് 1:9 തുടർന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ പൂർണ്ണമായ അറിവും ആത്മീയ ജ്ഞാനവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാൽ നിങ്ങൾ നിറയപ്പെടണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പൂർണ്ണമായൊരു ജ്ഞാനവും ആത്മീയ അറിവും എല്ലാം തികഞ്ഞ് ദൈവഹിതത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട സൗരങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അവർക്കിപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നമായിരിക്കാം. അവർ ചിലപ്പോൾ ഒരു ക്രൈസിസിൽ പെട്ട് നിൽക്കുകയായിരിക്കാം. കുടുംബത്തിലൊരു ഇഷ്യൂ ആയിരിക്കാം. അവർക്ക് വേണ്ടി അവർ ചിലപ്പോൾ നിങ്ങളോട് ആ ജീവിത നിയമങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഇതാണ്. പ്രത്യേകിച്ച് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ വ്യക്തിയെ ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലോർത്തിട്ട് അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുക. അവർ പൂർണ്ണമായ അറിവും ആത്മീയ ജ്ഞാനവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നിറയുക. എന്ന് വെച്ചാൽ അവരെടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. ചിലപ്പോൾ അവരൊരു വലിയ ക്രൈസിസിൽ കൂടെ കടന്നു പോകും. ഇപ്പോൾ അവർക്ക് അറിയേണ്ടത് മറ്റൊന്നുമല്ല, മനുഷ്യരുടെ അഭിപ്രായങ്ങളോ സ്വന്തം ബുദ്ധിശക്തിയോ ഒന്നുമല്ല. അവർക്ക് വേണ്ടത് ദൈവഹിതത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയാണ്. എന്താണ് കർത്താവ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, അത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് മനസ്സിലാവണം. അവർക്ക് വേണ്ടി ഒന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചു. ഈശോയ്ക്ക് ഒത്തിരി പ്രിയപ്പെട്ട ആ വ്യക്തിക്ക് നിങ്ങൾ ഈ ഒരു കാര്യം അറിയിച്ചു കൊടുക്കുക. അതായത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ വചനം അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൊളോസോസ് 1:9 അവർക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവർ ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയിൽ നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങളത് എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നു അവരിലേക്ക് കൊളോസോസ് 1:9 വചനം 100 മേനി ഫലം പുറപ്പെടുവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.